കെ.ടി. ജലീലിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സിദ്ദിഖ് പന്താവൂർ. മറ്റൊരാളുടെ അവസരം നിഷേധിച്ച് നേടിയെടുത്തതാണ് കെ.ടി. ജലീലിന്റെ ഭാര്യയുടെ പ്രിൻസിപ്പൽ പദവി എന്നാണ് ആരോപണം. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സിദ്ദിഖ് പന്താവൂർ ഇക്കാര്യം ഉന്നയിച്ചത്. MP ഫാത്തിമക്കുട്ടിയെ നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 1/5/2016 മാനേജർ ഒപ്പിട്ട് നൽകിയ ഒരു ഉത്തരവാണ്, അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നെ പറയുന്നത് ശ്രീമതി ഫാത്തിമക്കുട്ടി MP, വൈഫ് ഓഫ് കെ.ടി. ജലീൽ എന്ന് പറഞ്ഞിട്ടാണ് അവരെ രേഖാപ്രകാരം ഹയർ സെക്കൻഡറിയുടെ ഡയറക്ടറേറ്റിലേക്ക് റീജിയണൽ ഓഫീസിലേക്ക് നിയമനം നടത്തണം എന്ന് പറഞ്ഞ് കത്ത് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ നൽകിയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഭാര്യമാരുടെ പേര് വിവരങ്ങൾ ഏതൊരു ഒഫീഷ്യൽ രേഖകളിലും നമ്മുടെ വൈഫ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ പേരിനാൽ അറിയപ്പെടുന്ന ഒരു രേഖയും നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അവരുടെ എല്ലാ രേഖകളും SSLC ബുക്ക്, അടിസ്ഥാന യോഗ്യതകളുടെ ഏറിയ രേഖകളും അവരുടെ പിതാവിനാൽ അല്ലെങ്കിൽ അവരുടെ അച്ഛനാൽ അറിയപ്പെടുക, അതായിരിക്കും അവരുടെ ഒഫീഷ്യൽ നിയമം. പക്ഷേ ഈ 2016 സമയം ഈ കത്ത് കൊടുക്കുന്നത് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി കെ.ടി. ജലീൽ ഇരിക്കുന്ന സമയത്താണ്. പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് യോഗ്യതയുണ്ടായിരുന്നത് പ്രീത VK എന്ന അധ്യാപികയ്ക്കായിരുന്നെന്നും എന്നാൽ അവരെ മറികടന്നാണ് ഫാത്തിമക്കുട്ടിക്ക് നിയമനം നൽകിയതെന്നും സിദ്ദിഖ് പറഞ്ഞു. ഇരുവരും ഒരേ സീനിയോറിറ്റി ഉള്ളവരാണ്. അത്തരം സാഹചര്യങ്ങളിൽ പ്രായം പരിഗണിക്കണമെന്നാണ് നിയമം. പ്രായം പരിഗണിക്കുമ്പോൾ പ്രിൻസിപ്പലാകാൻ കൂടുതൽ യോഗ്യത പ്രീതയ്ക്കായിരുന്നു. ഈ നിയമനം നടന്നത് കെ.ടി. ജലീൽ മന്ത്രിയായിരുന്നപ്പോഴാണ്. നിയമനത്തിനായി സ്കൂൾ മാനേജ്മെന്റ് സീനിയോറിറ്റി ലിസ്റ്റ് തെറ്റായി പ്രസിദ്ധീകരിച്ചു. ഇതിനെതിരെ അധ്യാപകർ അന്ന് തന്നെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി വിദ്യാഭ്യാസ വകുപ്പ് അട്ടിമറിച്ചതായും അദ്ദേഹം ആരോപിച്ചു. ഇവരെ നിയമിച്ചതായി പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ്, അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇറങ്ങുന്നത് 2016 ഒന്നാം പിണറായി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇദ്ദേഹം ആ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ മന്ത്രിയുടെ ഭാര്യക്ക് എല്ലാ നിയമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിച്ച് ഒരു പരാതിയെയും മുഖവിലക്കെടുക്കാതെ നിയമനം നൽകുകയും അവിടെ നിന്ന് അങ്ങോട്ട് ഇന്നീ സമയം വരെ ആ പ്രിൻസിപ്പൽ പദവിയിൽ തുടരുന്നത് മറ്റൊരു അധ്യാപികക്ക് അർഹതപ്പെട്ട, അവർക്ക് അവകാശപ്പെട്ട പദവി തന്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ താൻ വലിയ അധികാരപ്രമാണിയുടെ ആളാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ ഭാഗമായി മാനേജ്മെന്റും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും ഒക്കെ നൽകിയ ഔദാര്യത്തിന്റെ പുറത്ത് ആണ് എന്നുള്ളതാണ് നമ്മുടെ വാദം. ഇവിടെ MP ഫാത്തിമക്കുട്ടിക്ക് ആ സ്ഥാപനത്തിൽ ഇനി പ്രിൻസിപ്പൾ ആകാൻ കഴിയില്ല എന്നുള്ള വാദം ഒട്ടും പ്രസക്തമല്ല. കാരണം ഇവരെക്കാൾ 3 വയസ്സിന് മൂത്തതാണ്, പ്രായം കൂടുതലുള്ള ആളാണ് പ്രീത. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർമെന്റ് ആയി. അവർ റിട്ടയർമെന്റ് ആയി പോയതിനു ശേഷം അവിടെ ഒരു കാറ്റഗറി, ഒരു സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ 2ാം സ്ഥാനക്കാരി MP ഫാത്തിമക്കുട്ടിക്ക് പ്രീതയുടെ കാലയളവിന് ശേഷം വീണ്ടും പ്രിൻസിപ്പൾ ആവാനുള്ള അവസരം നിയമപരമായി നിലനിൽക്കെ മറ്റൊരു അധ്യാപികയുടെ അർഹമായ അവകാശത്തെയാണ് അവിടെ പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. CCN മലപ്പുറം.